നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാനഡയുടെ കുടിയേറ്റ നയങ്ങളിലെ മാറ്റം മൂലം നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് 70,000-ത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ. നല്ലൊരു ഭാവി സ്വപ്നം കണ്ടാണ് മിക്ക വിദ്യാർത്ഥികളും പഠനത്തിനായും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അത്തരത്തിൽ നിരവധി വിദേശികൾ പഠനത്തിനായും ജോലിക്കായും എത്തുന്ന രാജ്യമാണ് കാനഡ. എന്നാൽ ഈ വടക്കേ അമേരിക്കൻ രാജ്യത്തെത്തിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ സ്റ്റഡി പെർമിറ്റുകൾ പരിമിതപ്പെടുത്താനും പെർമനന്റ് റെസിഡൻസി നോമിനേഷനുകൾ കുറയ്ക്കാനുമുള്ള തീരുമാനത്തിനെതിരെ തെരുവുകളിൽ പ്രതിഷേധിക്കുകയാണ്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വിദേശ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, ഒണ്ടാരിയോ, മാനിറ്റോബ, ബ്രിട്ടീഷ് കൊളംബിയ എന്നിവ ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രവിശ്യകളിൽ വിദേശ വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ നിയമസഭയ്ക്ക് മുൻപിലായി നൂറുകണക്കിന് വിദേശ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 3 മാസമായി പ്രതിഷേധ ധർണ നടത്തുന്നത്. ഈ വർഷം അവസാനത്തോടെ വർക്ക് പെർമിറ്റ് കാലാവധി തീരുമ്പോൾ നിരവധി ഗ്രാജുവേറ്റുകൾക്ക് കാനഡ വിട്ടുപോകേണ്ടി വരുമെന്ന് വിദ്യാർത്ഥികളെ പ്രതിനിധാനം ചെയ്യുന്ന നൗജവാൻ സപ്പോർട്ട് നെറ്റ്വർക്ക് പറയുന്നു. മാത്രമല്ല, പെർമനന്റ് റെസിഡൻസി നോമിനേഷനുകൾ 25% വെട്ടിക്കുറച്ചതും പല വിദ്യാർത്ഥികൾക്കും അപ്രതീക്ഷിത തിരിച്ചടിയായിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്നത് കാനഡയുടെ ഭവന ആരോഗ്യ മേഖലകളിൽ സമ്മർദ്ദം വലുതാക്കുന്നുവെന്നാണ് സർക്കാർ വാദം. ഇതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കുടിയേറ്റ നയങ്ങളിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. സ്റ്റുഡൻസ് പെർമിറ്റ് അപേക്ഷകളുടെ കാര്യത്തിലും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. 2024-ൽ 3,60,000 സ്റ്റഡി പെർമിറ്റുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.